പുതിയ ലീഡ് വരുന്നു. ബുരാരിയിൽ അവിടെ വീണ്ടും ആം ആദ്മി പാർട്ടി ലീഡ് നേടുന്നു. ആം ആദ്മി പാർട്ടി 2 മണ്ഡലങ്ങളിൽ ലീഡ് നേടുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ലീഡ് നില പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. 5 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 2 ആം ആദ്മി പാർട്ടി എന്നതാണ്. ആം ആദ്മി പാർട്ടി 2, BJP 3. യെസ്, വീണ്ടും ലീഡ് നില മാറുന്നു. 6 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരികയാണ്. അവിടെ BJP 4 ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. RK പുരത്ത് അനിൽകുമാർ ശർമ്മ BJP ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ആദ്യ ഫലസൂചനകൾ തീർച്ചയായും BJPക്ക് അനുകൂലമാണ്. 4 സീറ്റുകൾ BJP 4 സീറ്റുകളിൽ ലീഡ്, ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിൽ ലീഡ്. 4-2. ഈ 4 സീറ്റുകളും BJPക്ക് പ്ലസ് ആണ്. ഈ 4 സീറ്റുകളും കഴിഞ്ഞ തവണ BJP തോറ്റ മണ്ഡലങ്ങളാണ് സജിത്ത്, അല്ലെ? 4 സീറ്റും BJP തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് 4 ലീഡ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ന്യൂഡൽഹി മണ്ഡലത്തിലെ അരവിന്ദ് കെജ്രിവാളിനെ പിന്നിലാക്കിക്കൊണ്ടുള്ള ഈ നീക്കം തന്നെ ചില സൂചനകൾ നൽകുന്നു എന്നതാണ് BJP ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. ശരിയുമാണ്. സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, രണ്ടും കൃത്യമാണ്. സിസോഡിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, 2 പേരും പിന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 6 സീറ്റുകളിലെ ഫലം അറിയും. ഫലസൂചനകൾ വരുമ്പോൾ 4ലും BJP, 4 BJPയുടെ പ്ലസ് ആണ്. കാരണം 4 BJP 7 വരുന്നു. BJPയുടെ ലീഡ് നില ഉയരുന്നു. 7 മണ്ഡലങ്ങളിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ 5 BJP ആണ് ഇപ്പോൾ വരുന്നത്. വീണ്ടും മാറുന്നു. 8 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി 3 മറ്റ് 5 BJP എന്നതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 5 BJP, 3 ആം ആദ്മി പാർട്ടി. ആ 5 BJPക്ക് പ്ലസ് ആണ്. 5 BJP തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് BJP ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിൽ ന്യൂഡൽഹി മണ്ഡലവും ജഗ്പുര മണ്ഡലം ഉൾപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാളും സിസോദിയും പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 5-3 വീണ്ടും മാറുന്നു സാഹചര്യം. പുതിയ ലീഡ് വരുന്നത് സതീഷ് ജെയിൻ. ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജെയിൻ BJP ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ചിത്രം ഇങ്ങനെയാണ്. 9 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ BJPക്ക് വലിയ ആധിപത്യം. ആം ആദ്മി പാർട്ടി 3 മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്യുന്നു. അതായത് 6-3 എന്നുള്ളതാണ്. അവിടെയും ലീഡ് BJPക്ക് 6 ആം ആദ്മി പാർട്ടിക്ക്. ഡൽഹി ഒരു ഭരണമാറ്റത്തിലേക്ക് പോവുകയാണ്. മാറുന്നു മഞ്ജുഷ. 10 മണ്ഡലങ്ങളുടെ ലീഡ് നില. ലക്ഷ്മി നഗറിലും അവിടെ ആം ആദ്മി പാർട്ടിയാണ് ലീഡ് നില. 6-4 എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആം ആദ്മി പാർട്ടിയും BJPയും മാത്രം ചിത്രത്തിൽ. ലക്ഷ്മി നഗർ നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജെയിൻ ലീഡ് ചെയ്യുകയാണ്. 6-4 എന്നുള്ളതാണ്. 6 സീറ്റിൽ BJP, 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി. ടൈറ്റ് ഫൈറ്റ് ആണ് തുടക്ക സമയത്ത്. 6-4 BJP ലീഡ് ചെയ്യുന്നു. 11 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ രോഹിണി മണ്ഡലത്തിൽ വിജേന്ദ്ര ഗുപ്ത BJP ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. രോഹിണി നിലവിൽ സിറ്റിംഗ് സീറ്റാണ് BJPയുടെ. വിജേന്ദ്ര ഗുപ്ത പ്രതിപക്ഷ നേതാവാണ്. പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാന ഘടകത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് വിജേന്ദ്ര ഗുപ്ത. അദ്ദേഹം 2 തവണയും 2015-ലും 2020-ലും ഈ ആം ആദ്മി പാർട്ടി ട്രെൻഡിലും രോഹിണിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. 2013-ൽ ന്യൂഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിനോട് മത്സരിച്ച വ്യക്തിയാണ്. അങ്ങനെ ഏതായാലും അവരുടെ സിറ്റിംഗ് സീറ്റിൽ രോഹിണിയിൽ BJP 7 സീറ്റിൽ BJP ലീഡ് ചെയ്യുമ്പോൾ അതിൽ 4 BJPയുടെ പ്ലസ് ആണ്. 4 സീറ്റിൽ BJP തോറ്റ മണ്ഡലങ്ങളായിരുന്നു. 3 BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെ 4 എഡ്ജ് കിട്ടിയിരിക്കുകയാണ് BJPക്ക്. 7-4. അതേസമയം 4 സീറ്റുകളുടെ മൈനസ് ആണ് ആം ആദ്മി പാർട്ടിക്ക്. 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടി. അത് 1 BJPയുടെ സിറ്റിംഗ് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ 7-4. അതിൽ ലക്ഷ്മി നഗറിൽ മാത്രമാണ് BJPയുടെ സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. പക്ഷേ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. അതുകൂടി കൂട്ടി 7 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും. ഇതാണ് ഏറ്റവും അവസാനത്തെ വിവരം. കോൺഗ്രസിന് ഒരിടത്ത് പോലും, കോൺഗ്രസ് എല്ലായിടത്തും 3-ാം സ്ഥാനത്താണ് എന്നാണ് വിവരം. 7-4 എന്നുള്ളതാണ് BJPയുടെ ഇപ്പോഴത്തെ ലീഡ് നില. അതിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ 8-4 ആയി. 8-4. കൽക്കാജിയിൽ മാറി. കൽക്കാജിയുടെ ചിത്രം ഇങ്ങനെയാണ്. അവിടെ BJPയാണ് ലീഡ് ചെയ്യുന്നത്. അതിഷി പിന്നിൽ എന്നതാണ്. 3 VIP മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിൽ. 3 VIP മണ്ഡലങ്ങളിലും സിറ്റിംഗ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി പിന്നിൽ. മുഖ്യമന്ത്രി അതിഷി പിന്നിൽ. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അതിഷി പിന്നിൽ. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ. 9-4. കരാൾവാൾ നഗറിൽ കപിൽ മിശ്രയാണ് BJP ലീഡ് ചെയ്യുന്നു. കൃത്യമായ ചിത്രം. എക്സിറ്റ് പോൾ ഫലസൂചനകൾ അത് കൃത്യമായ സൂചനകൾ നൽകുന്നു. BJPക്ക് വലിയ ആധിപത്യം ഇതുവരെയുള്ള ചിത്രത്തിൽ. അതായത് 9 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ അതിൽ 5 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. രാകേഷ്, കാരവൽ നഗർ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മണ്ഡലം അത് BJP ഗ്രേറ്റർ കൈലാഷ് വീണ്ടും അപ്ഡേറ്റ് ആവുന്നു. സൗരവ് ഭരദ്വാജ് ആം ആദ്മി പാർട്ടിയാണ് അവിടെ ചിത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ BJPക്ക് ആധിപത്യമുണ്ടെങ്കിലും
ആം ആദ്മി പാർട്ടി തങ്ങളുടെ ചില ഇടങ്ങളിൽ സ്വാധീനം അറിയിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു. സൗരവ് ഭരദ്വാജ് നിലവിൽ മന്ത്രിയാണ്. സൗരവ് ഭരദ്വാജ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പിന്നിൽ പോകുമ്പോൾ സൗരവ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു, ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. 15 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ പുറത്തു വരുന്നു. അവിടെ ഇപ്പോൾ സത്യേന്ദ്ര ജെയിൻ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. 9-6 ആയിട്ടുണ്ട്. 9 സീറ്റുകളിൽ BJP, 6 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 5 സിറ്റിംഗ് സീറ്റ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ BJP ലീഡ്. കോൺഗ്രസ് മഞ്ജുഷ് ആദ്യമായി കോൺഗ്രസ് ലീഡ് നേടുന്നു. ബദ്ലി മണ്ഡലത്തിൽ ദേവേന്ദ്ര യാദവ് ആണ് അവിടെ ലീഡ് നേടുന്നത്. ബദ്ലി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാജേഷ് യാദവാണ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസിനെ ആശ്വസിക്കാം. ദേവേന്ദ്ര യാദവ് കോൺഗ്രസിന്റെ ഡൽഹി PCC അധ്യക്ഷനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. 9-7 ആയിട്ടുണ്ട്. 9-7-1 വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. ഒക്കല മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ലീഡ്. ഒക്കല മണ്ഡലത്തിൽ ആം ആദ്മി നിലവിലെ ചിത്രം 17 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുന്നു. 9-7 BJP ലീഡ് 9. അതിൽ 5ഉം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ആം ആദ്മി പാർട്ടി 7, 1 സീറ്റിൽ കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 18 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ രജൌരി ഗാർഡനിൽ അവിടെ BJP ലീഡ് നേടുന്നു. രജൌരി ഗാർഡൻ ന്യൂഡൽഹി പ്രദേശത്ത് ഉൾപ്പെടുന്ന മണ്ഡലമാണ് രജൌരി ഗാർഡൻ. നിലവിൽ അത് സിറ്റിംഗ് സീറ്റാണ് ആം ആദ്മി പാർട്ടിയുടെ. ദുർഗേഷ് പഥക് 2022 ബൈപോളിൽ ആം ആദ്മി പാർട്ടി ദുർഗേഷ് പഥക് വിജയിച്ചെടുത്ത മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ഏതായാലും 6 സിറ്റിംഗ് സീറ്റ് ആം ആദ്മി പാർട്ടിയുടെ 6 സിറ്റിംഗ് സീറ്റിൽ BJP ലീഡ്. അങ്ങനെ 10 സീറ്റിൽ BJP ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റമായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJPയുടെ ലീഡ് ഉണ്ട്. 10 സീറ്റുകളിൽ BJP, 7 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ലീഡ് ചെയ്യുകയാണ്. ആശ്വസിക്കാം, കോൺഗ്രസിന് 1 സീറ്റിൽ തുടക്കത്തിൽ ലീഡ്. 10-7-1 10 സീറ്റുകളിൽ BJP, അതിൽ 6ഉം ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളാണ്. അവിടെയാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 10 സീറ്റിൽ BJPക്ക് ലീഡ്. 3 VIP മണ്ഡലങ്ങളിലും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ. അതുപോലെ തന്നെ കൽക്കാജി മണ്ഡലത്തിൽ പിന്നിൽ. ഒപ്പം തന്നെ വീണ്ടും അപ്ഡേറ്റ് ആകുന്നു. 19 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുന്നു. 11 സീറ്റുകളായി അപ്പോൾ BJPക്ക്. 7 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിലാണ് കോൺഗ്രസിന്റെ ലീഡ്. അങ്ങനെ BJPയുടെ ഒരു മുന്നേറ്റമായിട്ട് പറയാം അല്ലേ രാജേഷ്? മാത്രമല്ല മഞ്ജുഷ്, ജംഗ്പൂരിൽ നിന്നാണ് ഇത്തവണ പട്പട്ഗഞ്ചിൽ നിന്ന് മാറിക്കൊണ്ടാണ് കിരാരി മണ്ഡലത്തിന്റെ ലീഡ് നില കൂടി വരുന്നു. അവിടെ ആം ആദ്മി പാർട്ടിയാണ് ലീഡ്. നിലവിലെ ചിത്രം എങ്ങനെയാണ്? 70 മണ്ഡലങ്ങളിൽ 20 ലീഡ് നിലയാണ് പുറത്തു വരുന്നത്. അതിൽ BJPക്ക് വലിയ ആധിപത്യം. ഇപ്പോൾ 11-8-1 എന്നുള്ളതാണ്. 11 BJP, അതിൽ 6 എണ്ണവും BJPയുടെ പ്ലസ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ടിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് 8 ലീഡ്. 7 എണ്ണം സിറ്റിംഗ് സീറ്റുകളിലാണ് BJPയുടെ ലീഡ്. ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ 11-ൽ 7 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് BJP അവിടെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ 11 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. 8 ആം ആദ്മി പാർട്ടി. ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അതുപോലെ തന്നെ കൽക്കാജിയിൽ അതീഷ് സിംഗ് ഇല്ലേ മുഖ്യമന്ത്രി പിന്നിൽ. അതുപോലെ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നത്